ഈ ഭാഗത്ത് നമ്മൾ കരേര പോളിഷ് ചെയ്ത് ഫ്ലോറിംഗ് മാറ്റി. ഫ്ലോറിംഗ് ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ഫ്ലോർ പാറ്റേൺ കൊണ്ടുവന്നു. അപ്പൊ ആ ഫ്ലോർ പാറ്റേൺ വന്നപ്പോ തന്നെ ഈ വരാതെ ഒരു ആന്റി സ്റ്റൈൽ നമുക്ക് കിട്ടി. കാരണം ഇവിടെ ഇപ്പം നമ്മള് മാർബോണൈറ്റോ മാർബിളോ ഇനിയിപ്പം 350 രൂപ 400 രൂപ ഇറ്റാലിയൻ മാർബിളോ കൊളായിപ്പോ അലമ്പായി ₹170 മാർബോണൈറ്റ് ഈ ഫ്ലോറിലുണ്ടായിരുന്നത്. അപ്പൊ ആ മാർബോണൈറ്റ് മൊത്തം നമ്മൾ പൊളിച്ചു മാറ്റി. അപ്പൊ അത് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ നമ്മള് ഒരു 70-80 റുപ്യന്റെ വളരെ മനോഹരമായിട്ടുള്ള ആന്റിക് സ്റ്റൈലുള്ള ഒരു ടൈൽ ഇട്ടു. ആ ടൈലിട്ടോടുകൂടി ഈ വീടിന്റെ ആംബിയൻസിനെ മാറിപ്പോയി. ഇപ്പൊ ആൾക്കാർ വന്ന് ഇത് അത്തൻകുടി ടൈലാണോ അല്ലെ അന്ന് വല്യപ്പന്റെ കാലത്തെ ടൈലാണോ മൈസൂർ കൊട്ടാരത്തിന്റെ ടൈലാണോ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ 70 റുപ്യന്റെ ഒരു ടൈല് 150 റുപ്യന്റെ ഒരു ടൈല് പൊട്ടിക്കണം. 150 റുപ്യന്റെ ടൈല് ഇട്ട് പൊട്ടിച്ചപ്പോ 70 റുപ്യന്റെ ടൈല്. ആ 70 റുപ്യന്റെ ടൈലാണ് ഈ വീടിന്റെ ആംബിയൻസിന്റെ ടോട്ടൽ. പിന്നെ ഈ തൂണൊക്കെ 80 വർഷം പഴക്കമുള്ള തൂണാണ്. ഇത് നമ്മൾ പഴയ തൂണിന്റെ ഉണവ് കളക്ട് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ അങ്ങനെ താന്നു പോയില്ലേ ഈ വീട് ഇങ്ങനെ താന്നില്ല. അപ്പൊ താന്നു പോയപ്പോ നമ്മൾ അവിടെ 2 പില്ലറുണ്ട്. പില്ലർ കൊടുത്തിട്ട് ഇവിടെ പഴയ പൂപ്പാക്കിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. പൂപ്പാക്കിന്റെ കൺസെപ്റ്റ് ഉണ്ടാക്കി. അപ്പം ഇത് രാജനല്ലേ നമ്മള് കാർപ്പൻറ്റർ രാജൻ ഇവരെ പൂർവ്വകരാണ് ചെയ്തല്ലേ. രാജൻ എന്ന് പറഞ്ഞ കാർപ്പൻറ്റർ അദ്ദേഹത്തിന്റെ പൂർവ്വകർ തന്നെയാണ് ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇല്ലാത്ത കാലത്തുള്ള അവസ്ഥയായിരുന്നു പണി. അപ്പൊ ഈ ഒരു പിന്നെ വീട്ടിലെ നമ്മള് ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ഞാൻ കാര്യമായിട്ട് ഈ ഫ്ലോർ മാറ്റി. പിന്നെ ഇതാണ് പഴയ പടാപ്പുറം. പണ്ടത്തെ മുസ്ലിം തറവാടുകളൊക്കെ തന്നെ നിസ്കരിക്കാനും സൽക്കരിക്കാനുള്ള സ്ഥലമാണ്. പണ്ടത്തെ സർക്കാർ വേണം നിസ്കരിക്കാനുള്ള നിസ്കരിക്കാൻ സ്ഥലം മതപരമായ കാര്യങ്ങൾ പഠിക്കാനും ഓർത്ത് പഠിക്കാനും അല്ലെങ്കിൽ നിസ്കരിക്കാനും തക്കരിക്കാനുള്ള പടാപ്പുറം പറയുന്ന പഴയ മുസ്ലിം തറവാടായ നിക്കാഹുകളൊക്കെ അല്ലേ വീട്ടിലെ എന്റെ നിക്കാഹ് വരെ ആലോചിക്കുക എത്ര സിമ്പിൾ ആയിരുന്നു കല്യാണം തന്നെ. ഈ ഒരു പടാപ്പുറത്ത് തീരാവുന്ന കാര്യമായിരുന്നു. ഇപ്പൊ വലിയൊരു പടപ്പുറപ്പാടായി. ഇപ്പൊ പടപ്പുറപ്പാട്. അപ്പൊ ഏതായാലും ഈ പടാപ്പുറത്ത് ഒരു കല്യാണം മുതല് പിന്നെ മതപഠനം മുതല് സൽക്കാരം മുതൽ നിസ്കാരം വരെ നടത്തുന്നത്. തക്കാരും നിസ്കാരം ഒരേ സ്ഥലത്ത് നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പടാപ്പുറം. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ കൾച്ചറിന്റെ ഓരോ കൾട്ട്. ഇപ്പൊ മുസ്ലിം കൾച്ചറിലുള്ള ഒരു വീട്, ആ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അത് ഹിന്ദു കോൺസെപ്റ്റിലാണെങ്കിൽ വേറൊരു കൺസെപ്റ്റ് ആയിരിക്കും. അവിടെ തുളസിത്തറുണ്ടാവും, ഫ്രണ്ട് തുളസിത്തറുണ്ടാവും, പിന്നെ ഈ സൈഡിൽ ചാരുപടി ഉണ്ടാവും, വലിയ നീളത്തുള്ള വരാന്തി ഉണ്ടാവും. അങ്ങനെയായിരിക്കും ആ ഒരു ഹിന്ദു കോൺസെപ്റ്റുള്ള തറവാട് ഉണ്ടാവുക. ഒരു മുസ്ലിം തറവാട് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ മുസ്ലിംസിന്റെ പിന്നെ മതപരമായ വിശ്വാസത്തിനും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് മാറി. ഇതാണ് നമ്മുടെ മാഹി തലശ്ശേരി ഭാഗത്തുള്ള പഴയ തറവാടുകളിൽ ഇത്തരത്തിലുള്ള പടാപ്പുറം നിർബന്ധം. പടാപ്പുറമുള്ള വീടാന്ന് പറയാം. വലിയ വലിയ തറവാടുകളൊക്കെ പടാപ്പുറം ഉള്ള വീടുകളായിരിക്കും. അപ്പൊ പടാപ്പുറമുള്ള ആ വീടുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പൊ പടിപ്പരയും പടാപ്പുറമുള്ള വീട് എന്ന് പറഞ്ഞാൽ അതിനൊരു വെയിറ്റ് ഉണ്ട്. അതാണ് സംഭവം. ഇപ്പൊ ഇവിടെ പറയില്ലേ പിന്നെ എന്താ പറയാ ഈ LED ലൈറ്റ് വെച്ച വീടിന് പകരം അന്ന് അങ്ങനെയാണ് പറയാം ഈ പടാപ്പുറവും പടിപ്പരയുള്ള വീടുകൾ. അപ്പൊ അത്തരം വീടുകളൊക്കെ ഒരു കൾച്ചറിന്റെ നമ്മുടെ കൾച്ചറിന്റെയും നമ്മുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അത്തരം വീടുകൾ പൊളിക്കാതെ നിലനിർത്താൻ വേണ്ടി ഇപ്പോഴത്തെ തലമുറ തയ്യാറാവുന്നത്. ഒരു 100 വർഷം ഒരു 40 വർഷം മുന്നേക്ക് ആഘോഷം തന്നെ നിങ്ങളെ വല്യപ്പൊക്കെ നിങ്ങളെ ഉപ്പൊക്കെ ആ കൺസെപ്റ്റിലാണ് നിന്നത്. ഒരിക്കലും പൊളിക്കാൻ ആലോചിച്ചിരുന്നു പുതിയ ആൾക്കാരൊക്കെ. നമ്മളെന്നെ ഞാൻ എന്റെ മക്കളൊക്കെ ആ പഴമയിലൊക്കെ എന്നാൽ ഞാൻ ഈ കാളകൂട്ടിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്റെ വല്യപ്പയും കാളകൂട്ടായിരുന്നു. അല്ലെ കാളകൂട്ട് എന്ന് പറഞ്ഞാൽ പലർക്കും നമ്മുടെ ഈ വീഡിയോയിൽ അറിയണ്ടാവില്ല. ഈ മലപ്പുറം, കോഴിക്കോട്, അരീക്കോട് ഭാഗങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് കാളയനെ കൊണ്ട് നടന്ന കാളയോട്ട മത്സരം ഭയങ്കര ആരോഗ്യമുള്ള കാളയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരുമാണല്ലോ. ആ രണ്ടാൾക്കാരും കൂടി കാളേനെ പൂട്ടി ഓടുന്ന ഒരു കാളയോ കാളപൂട്ട് ഒരു ബിയക്കുട്ടിന്റെ ഒരു പാട്ടുണ്ട്. ആരും കേട്ടിട്ടുണ്ടാവും മാവളപ്പാട്ടില് കാളപൂട്ട് പാട്ടുണ്ട്. നല്ല രസമുള്ള പാട്ടുണ്ട്. പിന്നെ അല്ലെ അതുപോലെ അടുത്ത ബുധനാഴ്ച എന്റെ ഉപ്പന്റെ പെങ്ങളെ വീട്ടിലുണ്ട് വലിയ കണ്ട ഒരു 1.5 ഏക്കർ അതിന് വയലുണ്ടാവും. അതിനായിട്ട് മാറ്റി വെച്ച് 1.5 ഏക്കർ പല ടീം വരും. അത് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വലിയ കളി. ഇപ്പോഴൊക്കെ ആദ്യമൊക്കെ ആയിരങ്ങളായിരുന്നു. ഇപ്പൊ ലക്ഷങ്ങളൊക്കെ കളകളുണ്ട്. 30 ലക്ഷങ്ങളുടെ കളകളുണ്ട് ഒരു കളക്ക്. ഓട്ടത്തിന്റെ ഓടിന്റെ വില ഓടുന്ന കാളക്ക് ഓടിന്റെ വിലയാണ്. 30 ലക്ഷം 40 ലക്ഷം
അപ്പൊ അങ്ങനെയുള്ള ഈ കാള അത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത 24-ാം തീയതി പെരുമണ്ണയിൽ അടുത്ത 24-ാം തീയതി വലിയൊരു കാളകൂട്ട് നിങ്ങൾക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെരുമണ്ണയ്ക്ക് വരാം. പെരുമണ്ണ പോയ ഗഫൂർക്കി ഉണ്ടാവും ഇവിടെ ഗഫൂർക്കിയാണ് ഈ കാളകൂട്ടിന്റെ സംഘാടകൻ. അപ്പൊ ഇപ്പോഴും അത്തരത്തിലുള്ള കുറെ നാട്ടിൻപുറത്തിന്റെ നന്മകൾ നമ്മളോട് പങ്കുവെക്കുന്ന ആളാണ് ഗഫൂർക്ക്. അതുകൊണ്ടാണ് ഗഫൂർഖാന്റെ വീട് ചെയ്യുമ്പോൾ നമ്മൾ വീടിനേക്കാളും പ്രാധാന്യം വ്യക്തിക്ക് കൊടുക്കുന്നത്. കാരണം അങ്ങനത്തെ കുറെ കൺസെപ്റ്റുകളുണ്ട്. ഇപ്പൊ കാളകൂട്ട് മത്സരമൊക്കെ നടത്തുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ പഴയ കുറെ നന്മകളും നാട്ടറിവുകളും നാട്ടുപുറത്തെ കുറെ കാഴ്ചകളും കുറെ പഴയ സങ്കല്പങ്ങളൊക്കെ പുനരുജ്ജീവിച്ച് അതിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പൈതൃകത്തിന്റെ കാത്തിരിപ്പ് കൂടിയാണ്. അതിന്റെ ഭാഗമാണ് ഈ വീടും സത്യത്തിൽ. കാരണം ഒരു പൈതൃകത്തിന്റെ കാത്തിരിപ്പാണ്. കാരണം ഈ ഇപ്പം പിന്നെ നമ്മൾ പറയില്ല, ഇപ്പൊ ഇത്തരം വീടുകളിലൊക്കെ താമസിക്കുന്നത് വിഡ്ഢിത്തരമാണ്, പൊട്ടത്തരാണെന്ന് പൊളിച്ചു കളയുന്ന ഇഷ്ടം പോലെ പൊട്ടന്മാരുടെ കാലത്ത് നമ്മൾ വിചാരിക്കുന്നത്. എത്രയും ഇപ്പോഴും കുറെ ആളുകൾ ഇത്രയും നല്ല വീടുകളൊക്കെ പൊളിച്ചു മാറ്റി കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കിയാണ്. എന്നിട്ട് അതിനുള്ളിൽ ഉഷ്ണിച്ച് കടവും പറയും. ഈ ഒരു വീട് പൊളിച്ചുണ്ടാക്കുന്നത് കട അല്ലേ, കടം കടമായി പൊളിച്ചിട്ട് പിന്നെ കടമായി വീടുണ്ടാവും. അങ്ങനെ കടം കയറിക്കൊണ്ട് വീടുണ്ടാക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഉള്ള അവനവന്റെ കയ്യിലുള്ള സമ്പത്തിനെയും സ്വത്തിനെയും മറ്റുള്ളവർക്കും കൂടി നന്മ പദ്ധതിയിലും അത് പിന്നെ പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഈ വീട് അത്തരത്തിലുള്ള ഒരു വീടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വീട്ടുകാരനെ നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ പഴയ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കത് ഗഫൂർഖാന്റെ ഉമ്മേനെ സംസാരിക്കാം. നമ്മുടെ ജീവിതം നഗരത്തിലാണ്, ജീവിത സ്റ്റൈല് അപ്പൊ നഗരത്തിലെ ജീവിതവും നാട്ടുപുറത്തെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പം എല്ലാവരും ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം നമ്മളെ ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ചെറുപ്പക്കാരും പല ഏജിലുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ കൺസെപ്റ്റില്ലാത്തവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ കണ്ടപ്പറിക്കാരനെ കണ്ട ഭ്രാന്തോ പിന്നെ കണ്ടപ്പിക്ക അപ്പൊ കണ്ടപ്പഴി ഓടിയും ഇങ്ങനത്തെ ഓരോ പുരാണം അതിന്റെ വിലാത്തി വന്നാണ് കൊളാക്കുന്നറിയാം. ജയവിലാത്തെന്ന് തന്നെ പേര്. അപ്പൊ അങ്ങനെ കൊളാക്കുന്ന ആണെന്നാ പറയാ. ഈ കണ്ണമരിക്കാരെ പറയാം അത് കൊളാക്കണം. കംപ്ലീറ്റുള്ള പഴയ ജന്തും പാലൊക്കെ വെച്ച് പിടിച്ച് കൊളായിക്കാൻ പറയും. അപ്പൊ നമുക്ക് ഹാപ്പിയാണ്, കാരണം കൊളാക്കിയല്ലോ. അതായത് കണ്ണപ്പയ്ക്ക് ഓടണ്ടില്ലേ പണി കഴിഞ്ഞാലേ ആ വീട് കാണുമ്പോൾ തന്നെ പറയും എന്റെ വീടാണ്. കണ്ണപ്പര ആരായിരുന്നു ആർക്കും അറിയില്ല. കണ്ടതല്ല അപ്പൊ നമ്മൾ ഈ ഒരു വീടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പടാഭരണം നിലനിർത്തി, അതുപോലെ തന്നെ പഴയ സ്റ്റൈലുള്ള മൊറാദാബാദിലെ ബ്രാസ് ലൈറ്റ്, ഇതൊക്കെ ബ്രാസിന്റെ ഫിറ്റിംഗ്സ് ആണ്. ഇപ്പൊ എന്താ പരിപാടി വെച്ചാൽ LED ലൈറ്റ് ഇടും. LED സ്ട്രിപ്പ് ഞങ്ങൾ പലൊക്കെ LED സ്ട്രിപ്പ് ഇടും. ഇതെന്താ കല്യാണപ്പുര വീട് കല്യാണപ്പുര അല്ലല്ലോ, മാലവെളുപ്പ് LED സ്ട്രിപ്പ് ഇടാൻ. അപ്പൊ അങ്ങനെയല്ല, ഇത് പഴയ മൊറാദാബാദ് ഉണ്ടാക്കുന്ന പഴയ ആന്റിക് ഹാൻഡ് മെയ്ഡ് ആർട്ടിസൻസ് ഉണ്ടാക്കുന്ന അത്രയും നല്ല ആന്റിക് ലൈറ്റുകളാണ്. ഇതിപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു വിളക്ക് 35 40 കഴിഞ്ഞാലും ഗഫൂർഖയ്ക്ക് അപ്പോഴും കിട്ടും. ഇപ്പൊ വാങ്ങിയത് എത്തി പൈസ റാസനപ്പ ഏകദേശം 3000 ഉണ്ടാവും, 10000 രൂപ റാസന. അപ്പൊ അത്രയും പിന്നെ ഭംഗിയുള്ള ലൈറ്റുകൾ. ഈ ലൈറ്റിന്റെ ഭംഗിയൊന്നും ഒരിക്കലും ഇവിടെ LED-ക്കോ അല്ലെങ്കിൽ തിരിഞ്ഞും മറഞ്ഞും കൊത്തുന്ന പച്ചയും നീലും ചുവപ്പും കളറൊക്കെ കത്തുന്ന തിരിഞ്ഞടിക്കുന്ന ലൈറ്റൊന്നും കിട്ടൂല. പിന്നെ വീടിലെ ഈ വാം ടോൺ വരുമ്പോൾ ഇതിന്റെ ഒരു പഴയ ആ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലേക്ക് ഈ വീടിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ ഒരു ഫ്ലാറ്റ് ലൈറ്റിന്റെ ഭംഗി ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചൈനയിൽ ഒരു സാധനം വീട്ടിൽ കയറ്റിയില്ല. ചൈന പ്രോഡക്റ്റ് ഒറ്റൊന്നും കയറ്റിയില്ല, വിദേശ പ്രോഡക്റ്റ് ഒറ്റൊന്നും കയറ്റിയില്ല. എല്ലാം സ്വദേശി പ്രോഡക്റ്റാണ് കംപ്ലീറ്റ്. അതായത് ലൈറ്റ് മുതൽ ടൈല് വരെ ഒക്കെ സ്വദേശി, ഒക്കെ നാടൻ സാധനമാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് ഫർണിച്ചർ അല്ല, എല്ലാ പ്ലാസ്റ്റിക് ഫർണിച്ചർ ഉണ്ടാവും. അപ്പൊ എല്ലാം മരത്തിന്റെ ഫർണിച്ചറുകളാണ്. അപ്പൊ ഈ ഒരു ലൈറ്റ്, ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു വരാന്ത, ഈ പടാപ്പുറം, ഈ പറയുന്ന ചാരുപടി, ആയിരക്കണക്കിന് ആൾക്കാർ ഇരുന്ന് പോയ ചാരുപടി നിങ്ങൾ ആലോചിച്ചോളൂ. ഇപ്പോഴത്തെ കസാല ആണെങ്കിൽ പൊളിഞ്ഞു പാളിച്ചായിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഓരോ കസാലയും 80 കൊല്ലം പഴക്കമുള്ള, ഓരോ മേശയും 80 കൊല്ലം പഴക്കമുള്ള. നമ്മൾ പറയുന്നത് പഴയതൊന്നും അരക്കൂല, ഇതൊക്കെ വെറുതെ വിഡ്ഢിത്തരാത്ത ഈ വീട് കണ്ടാൽ മനസ്സിലാവും. പഴയ ഈ വീട് ഇനിയും 100 200 കൊല്ലം ഇതേവരെ അതിജീവിക്കും. പക്ഷേ തൊട്ട മുന്നിലുള്ള കണ്ടംപററി വീട് 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 40 വർഷം കൊണ്ട് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ വേറെ വീടുണ്ടാക്കണം. അത്രയും ശോചനീയമാണ് പുതിയ കൺസ്ട്രക്ഷൻ ശൈലി. അപ്പൊ അതിന് എതിരഭിപ്രായം ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടാക്കണം. നമ്മൾ സ്റ്റാൻഡിലേക്ക് നിൽക്കും, നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് പോകില്ല. നമുക്കൊരു നിലപാടുണ്ട്, ആ നിലപാടാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഏതായാലും ഗഫൂർഖാന്റെ ഉമ്മയോട് സംസാരിക്കാം. ഇത് ഗഫൂർഖാന്റെ ഉമ്മയാണ്. ഈ വീടിന്റെ
വളരെ എന്താ പറയാ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന കാലത്തും ഇപ്പോഴും ഉന്നതി തന്നെയാണ്, അന്നും ഉന്നതി തന്നെയാണ്. ആ കാലത്ത് കയറി വന്ന മണവാട്ടി അല്ലേ? 1953 സാധനം കിട്ടിയത് 7 വരെയൊക്കെയുണ്ട്. 54 കൊണ്ടോട്ടിക്ക് നിക്കാ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ കൂട്ടി കൊണ്ടുവന്നു. ആണോ? എത്ര വയസ്സിലാണ് നിക്കാന്ന്? 13 വയസ്സ്. എന്നാണ് ജയിലായി. അതിനിപ്പോ ഏറെന്നറിയാണ്ട് ഉമ്മ കരിയും. അന്നൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? 13 വയസ്സായി മതിയല്ലേ? അപ്പൊ 13 വയസ്സിലാണ് ഉമ്മ അവിടെ ആദ്യം കല്യാണം കഴിച്ച്. ഇപ്പൊ എന്റെ വാപ്പ 8-ാം വയസ്സിൽ 17 വയസ്സിൽ വാപ്പി. അത് ശരി. അപ്പൊ ഈ 17 വയസ്സേ ഉള്ളൂ. നമ്മുടെ 7ാം ക്ലാസ് പഠിക്കുന്ന പ്രായം. ഒരു കാലത്തിന്റെ കാഴ്ചപ്പാടാണ്. ആ കാലത്ത് അങ്ങനെയായിരുന്നു. ആ കാലത്ത് അത് ശരിയായിരുന്നു അല്ലെ? ആ കാലത്ത് അത് ശരിയായിരുന്നു. അങ്ങനെയാണ് എല്ലാരും ചെയ്യാം. എല്ലാരും അങ്ങനെയാണല്ലോ. എല്ലാ സമുദായക്കാരും നേരത്തെ ഇല്ലായിരുന്നു. അപ്പം പിന്നെ അന്നും ഇപ്പൊ വരുമ്പോ ഈ വീടുണ്ടോ അവിടെ? ഈ വീട്ടിലേക്ക് വരുന്നത്? വീട്ടിലേക്കല്ലേ വന്നു? വീട്ടിലേക്ക് അന്നെന്തെങ്കിലും അന്ന് തൊഴുത്തുണ്ടാവില്ലേ? തൊഴുത്തുണ്ട്. അവിടെ വലിയ തൊഴുത്തേനി. 11 മുറി കാള. ആ നിങ്ങളെ ഉപ്പരപ്പയും കാളകൂട്ടുണ്ടാവല്ലേ? അത് ശരിയാ. 35 അല്ലേ? ഇത് കാളകൂട്ടിന്റെ കേരളത്തിലെ അല്ലെ മലബാറിലെ കാളകൂട്ട് മത്സരത്തിന്റെ ഒരു തറവാട് കൂടിയാണ്. കാരണം 11 കാളകളുണ്ട്. എവിടെ ആര് എവിടെ കർക്കാണ പശുക്കളുണ്ടല്ലേ? അല്ലേ? അപ്പൊ അന്ന് ഉമ്മ വരുമ്പോ ഈ വീട്ടിൽ എത്ര ആളുണ്ടാവും? ഒക്കെ വീട്ടിലാണ്. ചെറിയ അപ്പുറത്ത് സുഹൈലേ? അന്ന് ശരിക്കും ഇത് വലിയ രസമുള്ള വീടല്ലേ? ഭാര്യ മരിച്ചത്. പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത്. എന്റെ ഉപ്പന്റെ ഉമ്മ മരിച്ചു. ഉപ്പന്റെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ച. അപ്പം അന്ന് ആ സമയത്താണ് അമ്മ വന്നത്. പിന്നെ വല്യാപ്പ വേറെ കല്യാണം കഴിച്ചു. അപ്പൊ അന്ന് പിന്നെ ഉമ്മ ചെറിയ കുട്ടിയില്ല. അപ്പൊ ഈ വലിയ വീട് കാണുമ്പോ അന്താളിപ്പുണ്ടവരെ അമ്മയുടെ വീട് വലുതായിരുന്നു. അവിടുത്തെ വീട് കുട്ടിയുടെ അന്ന് പഴയ വീടാ? വലിയ വീടാ അല്ലേ? പണ്ടത്തെ വലിയ വീടാ? മണ്ണല്ലേ? അത് പിന്നെ പണ്ടത്തെ അതിനെ പറയാൻ കിട്ടൂല. അതിനുള്ള ആൾക്കാർ വീണ്ടും കണ്ടേ അല്ലേ? 250 ആൾക്കാർ വീട്ടിലോ? എന്നിട്ടും 3 പ്രസവിച്ചുണ്ട്. അത് ശരി. അല്ല അത്രയും വലിയ വീടല്ലേ? എന്താ തറവാട് പേരെന്താ? കുണ്ടോട്ടി എർത്താലി. വലിയ വീടല്ലേ? അപ്പൊ അവിടെ പൊളിച്ചിട്ടല്ലേ? ഇന്നത്തെ തൂണൊക്കെ അല്ലേ? ഭയങ്കര വലിയ വീട്. 4 അടി ഓടി. 4 തട്ട്. 4 ഓടും മറ്റേ ഓടും ഇല്ല ഓടും. ഇന്നത്തെ കാലത്ത് പൈസക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോഴത്തെ മാതിരിയല്ലോ. അല്ലേ? പാർട്ടി വിരുദ്ധരായിട്ടറിയാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു. ജന്മികളൂടെ കമ്മ്യൂണിസ്റ്റ്. അപ്പൊ അന്ന് പിന്നെ ഈ വീട് ഉമ്മക്കിപ്പം നിർത്തി അന്ന് വന്ന മാതിരി തന്നെ തോന്നുന്നുണ്ടോ? അപ്പൊ ഈ വീട് കാണാൻ ഞാൻ എടുത്തിട്ട് 8-ാമത്തെ കൊല്ലം. ഓ ഇത് എടുത്തിട്ട് 8-ാമത്തെ കൊല്ലം. 77 കൊല്ലായി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 10-84 വർഷം പഴക്കണ്ടോ? 42 അന്ന് അതേപോലെ തന്നെ വീണ്ടും ഒരു മാറ്റം സംഭവിച്ചില്ലേ? ഇതിനേക്കാൾ ഭംഗിയായിരുന്നു അല്ലെ? അത്രയും മനോഹരമായ വർക്കാണ്. കാരണം അത്രയും 7 ഏക്കറാണ്. അപ്പൊ ഭയങ്കര രസമായില്ലേ? കൊള്ളണ്ടായിരുന്നു.
5-6 ഏക്കർ പോയിട്ട് എന്താണ് വാപ്പ പറഞ്ഞെന്താണോ ഇത് 6 മക്കളും ഇവിടെ കിടക്കണം എല്ലാവരും 6 ഏക്കറിലായിരുന്നു സ്ഥലം. ബാപ്പ പറഞ്ഞ വെച്ചാൽ മക്കളൊക്കെ ഇവിടെ തന്നെ താമസിക്കണം. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെയാണ് വീട് വെച്ച് എല്ലാവരും ഇപ്പൊ അവിടെ എല്ലാവരും ഇവിടെ തന്നെ. അപ്പൊ ഈ ഒരു പിന്നെ ഈ ഉമ്മക്ക് ഈ ടെറസിന്റെ വീട്ടിൽ ഉമ്മ കോൺക്രീറ്റിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഈ മാർബിളിന്റെ വീട് താമസിച്ചില്ല. കോൺക്രീറ്റിന്റെ വീടില്, അതായത് ഈ പറയുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്ന സ്ലാബ് ഇട്ട വീടില് ഉമ്മക്ക് താമസിക്കാൻ പറ്റില്ലാന്നാണ്. കാരണം അത്രയും വർഷം ജീവിച്ചില്ല. നമ്മളിവിടെ ഹോട്ടൽ കൊണ്ടുവരുന്നു, തീക്കട്ടിന്റെ കൊണ്ടുവരുന്നുണ്ടോ, പത്താക്കിപ്പടി നിൽക്കുന്നുണ്ടോ? എന്റെ സിനിമ പത്താക്കിപ്പടി നിൽക്കുന്നല്ലേ? അപ്പൊ ഞാൻ ആകെ വീടുണ്ടാക്കുമ്പോ ഗഫൂർഖാന്റെ പറഞ്ഞ് റിനോവേറ്റ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ ഒരു 2-3 മാസം ഉമ്മയോട് മാറ്റണം എന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രോങ്കൈറ്റിസും അതിന്റെ ഭീകരമായ രോഗങ്ങൾ, പെട്ടെന്ന് ഈ ശ്വാസകോശ രോഗങ്ങൾ വരാൻ സാധ്യത. നമ്മൾ പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്തായാലും ആ സ്ഥലത്ത് നിന്ന് മാറ്റണം. ഭയങ്കര സുരക്ഷിതത്വം ഇല്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അത് ഗഫൂർഖാൻ തന്നെ പെങ്ങളെ വിട്ടില്ല വയനാട്ടിലേക്ക്. അപ്പം വയനാട്ടിലേക്ക് അപ്പൊ എന്നെ ശപിച്ചതായി പോയിണ്ടാവും അല്ലേ? എങ്ങനെയാ തീർന്നിട്ട് മരത്തിന്റെ വിടാം, അത് മരത്തിന്റെ വിടാം. അല്ല അത് പോയിട്ട് വിടാം. ഇതില് 2 ചൂടും തണുപ്പും കൺട്രോൾ ചെയ്യും. അതാണ് ഈ വീടിന്റെ പ്രത്യേകത. ഇത് തണുപ്പിനെ എത്ര തണുപ്പ് AC ആവശ്യം ഉണ്ടാവില്ല. അന്നൊക്കെ ഈ മരമൊക്കെ ഇവിടെ തന്നെ അസൈൻമെന്റ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി പോയില്ല. എല്ലാവരും പണിയെടുത്താണ്. അതെ, അതിലുള്ള രാജൻ എന്ന ആശാനാണോ ഇതിന്റെ ഫൈനൽ? രാജൻ അച്ഛൻ അല്ലേ? രാജൻ അച്ഛൻ അച്ഛൻ. ഏട്ടാ ഇത് നമ്മളെ കാളന്റെ പണ്ടങ്ങളാ. ഇതാണ് കഴുത്തിലിടുന്ന. ഇത് ഈ കാളകൂട്ടില് കാളയ്ക്ക് കൊടുക്കുന്ന ജ്വല്ലറികളാണ്, കാളന്റെ ജ്വല്ലറികളാണ്. ഇത് കാലിന്റെ കഴുത്തും കാലിന്റെ കഴുത്തിലിടുന്ന. ഇതാണ് ഒച്ച ഉണ്ടാക്കല്ലേ? ഇത് കഴുത്തിൽ ഇത് ഇരുമ്പാണോ ചെമ്പാണോ? ചെമ്പ് ഇതെല്ലാം നിൽക്കുണ്ടാവും. നല്ല വൃത്തിണ്ടാവും. ഭയങ്കര. ഇത് കാളയുടെ കഴുത്തൊക്കെ ക്ലോസ് കാളയുടെ ഈ കാളക്കൂട്ടിന്റെ കാളയെ മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുക്കുന്ന ജ്വല്ലറികളാണ്, കാള ജ്വല്ലറികൾ. ഇതൊക്കെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. കാളക്ക് കേട്ടാ എത്ര ഇത് വെള്ളിയാ അല്ലേ? ഇങ്ങോട്ട് ഇത് ഇതാണ് എന്ത് രസമല്ലേ കാണാൻ. പഴയ കാലത്ത് മന്ത്രിച്ചൂതിട്ട് കിട്ടിയ സാധനങ്ങളാ അല്ലേ? മനുഷ്യന്മാരെ വിശ്വാസം ഭയങ്കര സാധനമാണല്ലോ. ഇതല്ലേ ഉറുക്ക് മന്ത്രിച്ചിട്ട് കെട്ടിയിട്ടുള്ള കാളക്ക് കെട്ടാനുള്ള ജ്വല്ലറികളാണ്. നോക്കി മൃഗങ്ങളോട് മനുഷ്യന്റെ സമീപനം അല്ലേ? മൃഗങ്ങളെ ലൈഫിന്റെ പാർട്ടല്ലേ? ഇവിടുത്തെ കാളകൾക്ക് ഭക്ഷണം എന്താ അറിയോ? കോഴി, പച്ചക്കോഴി അങ്ങാടി മേലെ കൂട്ടി ഇടിച്ചിട്ടാ കൊടുക്കുക. നെയ്യിട്ട കഞ്ഞി, നല്ല കഞ്ഞി നെരുത്തരുന്നേ. പാലിലോട്ട് കുളിപ്പിക്കുക. പാലുണ്ട് കാളകൊണ്ട് കഴിഞ്ഞ് വന്നാല് ഒരു കുടം പാലിൽ വെച്ചിട്ട് പാലുകൊണ്ട് കംപ്ലീറ്റ് തേച്ചിട്ട് ചേർന്ന് പോകും. എന്നിട്ട് പുഴയിൽ പോയിട്ട് നീന്തി കുളിപ്പിക്കും. ഇവിടെ വന്നിട്ട് നെരുത്തിന് കഞ്ഞി കൊടുക്കും. അന്ന് വൈകുന്നേരം കോഴി, പച്ചക്കോഴി ഇടിച്ചിട്ട് മരുന്ന് കൂട്ടിയിട്ട് എന്നാ കൊടുക്കും. ശ്രദ്ധിക്കും. അത്ര ഈ കാളകൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ കാള ഓടുന്നുമല്ല, അതിന് പിന്നിലൊരു വലിയ ഒരു ശ്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പിന്നെ ശൈലികളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ അണിയിക്കുക, കാളയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനും പ്രകൃതി പിന്നെ ഈ പറയുന്ന ജീവജാലങ്ങളൊക്കെ ആയിട്ട് മൃഗങ്ങളൊക്കെ ആയിട്ട് തന്നെ അന്നേ സമരസപ്പെടുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാളകൂട്ടിന്റെ കാളേനെ അണിയിച്ചെടുക്കുന്ന ആഭരണങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പൊ ഈ വീട് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വലിയ കാര്യം എന്താ വെച്ചാല് നമുക്ക് ഇത്തരത്തിലുള്ള ഞാൻ ഇന്നലെ ഇങ്ങനെ സാധനം കണ്ടില്ല. നമ്മള് പിന്നെ കാളകൂട്ടിനെ ഞാൻ കണ്ടില്ല. പിന്നെ ആകെ എനിക്ക് വിയൻകുട്ടീന്റെ ഒരു പാട്ടറിയാം, വിയൻകുട്ടീന്റെ മാപ്പിളപ്പാട്ടുണ്ട്. കാളകൂട്ടിനെ സ്വർണ്ണത്തിനല്ല വന്ന് വായിച്ചില്ല.
അതെ ഒരു ദിവസം ഞാൻ പറഞ്ഞേ കാളന്റെ നോട്ട് നോട്ടിട്ടു ആളാ നോട്ടിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ പഠിച്ചെന്നെ ആ നോട്ടപ്പല്ലേ തന്നെ എന്നോട് എനിക്ക് നോക്ക് ഓന്റെ കൗത്തിൽ. അപ്പൊ ഞാൻ പാവായിട്ട് അതിനെ വായിലോട്ട് വാല് കടിച്ചിട്ടും തടിച്ചിട്ടും ആണല്ലോ ഓടുന്നത്. നല്ല കെയർ ചെയ്യുമ്പോൾ അല്ലേ പാവൂട്ടിനൊന്നും എന്താ സ്ഥിതി. നമുക്ക് വേറെ വയലുണ്ട് നേരത്തെ. അപ്പൊ ഇല്ല ആളൂട്ടായിട്ട് വയലുണ്ടായിരുന്നു. പെങ്ങളെ അവിടെ ചെയ്യും. ഇപ്പൊ നമ്മള് ഈ ലിവിംഗ് റൂമിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ലിവിംഗ് റൂമിലെ സീറ്റിംഗ് സിസ്റ്റം, അതായത് സോഫകളിലും ഇരുന്നാ പിന്നെ എണീക്കണ വേറെ ആളെ വിളിക്കുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാല് വേറെ ആളെ കൈ പിടിച്ച് പൊന്തിക്കണം, അത് താന്നു പോവുക. പിന്നെ ഈ സോഫയിൽ കുട്ടികളുടെ ചെറിയ അഭിനയമാരൊക്കെ വന്ന് മൂത്രം പാതിയാലോ അല്ലെ ഭക്ഷണാവശിഷ്ടങ്ങളാക്കിയാൽ പിന്നെ ആ സെറ്റ് മുഴുവൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഇതിന്റെ അകത്തേക്ക് ഇതിന് അനുയോജ്യമായ ഒരു സെറ്റിനെ ഡിസൈൻ ചെയ്തു. ഇതൊക്കെ പഴയ സ്റ്റൈലുള്ള പഴയ കവടിയാർ കൊട്ടാരത്തിലൊക്കെയുള്ള ഫർണിച്ചർ കോൺസെപ്റ്റ് ആണ്. പണ്ടത്തെ നമ്മുടെ എലഗന്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ആ ഒരു ഫർണിച്ചർ. അപ്പൊ ഇതിലിപ്പം 6 സീറ്റർ, ഇതിൽ സുഖമായിട്ട് നമുക്ക് 6 പേർക്ക് 10 ആൾക്കാർക്ക് സുഖമായിട്ട് ഈ ഒരു സോഫയിൽ ഇരിക്കാൻ പറ്റും. ഇത്രയും ചെറിയ സ്ഥലത്ത് 10 ആൾക്കാർക്ക് ഇരിക്കാന്നുള്ളതാണ് ഈ സോഫയുടെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇതിന്റെ അടിയിൽ നിന്ന് നമുക്ക് എപ്പോ വേണമെങ്കിൽ പൊടി തുറച്ചെടുക്കാൻ പറ്റും. എല്ലാ ഭാഗത്തും ചൂല് പണിക്കാരത്തി ഇപ്പൊ അടിച്ച രീതിയിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. മറ്റ് സോഫയുടെ ഏരിയ ഒക്കെ പണിക്കാരത്തി ഞാൻ കിട്ടുന്ന സ്ഥലം അവിടെ കാരണമല്ലോ കാണുന്ന മാത്രം അടിച്ചെടുത്തത്. ഈ സോഫയുടെ അടിയിലായിരിക്കും നാട്ടിലെ മുഴുവൻ പൊടി എല്ലാ പ്രശ്നങ്ങളും ജീവികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സോഫയാണ് ഇവിടെ ഡിസൈൻ ചെയ്തത്. ഈ സോഫയുടെ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. കാരണം ഇതൊരു ഫോയറാണ്. ഇതൊരു ഉമ്മ നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ഈ ബ്രേക്ക് ഉമ്മ നിസ്കരിക്കാൻ പോവാണ്. പിന്നെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സോഫ കൺസെപ്റ്റാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇത് സ്ഥലം കൊടുക്കുന്നില്ല, കുഷ്യന്റെ പ്രശ്നങ്ങളില്ല, പിന്നെ പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളില്ല. കുട്ടികൾ അതിന്റെ മുകളിൽ കയറി ഭക്ഷണം കഴിച്ചാലും മൂത്ര വെച്ചാലും ഒരു വിഷയമില്ല. നമുക്ക് ഇതിന്റെ അടിയിലെ പൊടി പൊടിയൊക്കെ കംപ്ലീറ്റ് തുടച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഹൈലൈറ്റ് ആയിട്ട് 2 കോർണർ സ്റ്റാൻഡ് നമ്മൾ സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഫ്യൂച്ചേഴ്സ് ഒക്കെ വെക്കാൻ പറ്റും. ഇത് ശരിക്കും ഒരു നല്ല ലിവിംഗ് റൂം അല്ല. കാരണം അന്നും ലിവിംഗ് റൂം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അതാണ് ആലോചിക്കുന്നത്. അന്ന് നമ്മളെല്ലാവരും വന്നാൽ പെണ്ണുങ്ങളൊക്കെ അകത്ത് അടുക്കള ഭാഗത്തും അല്ലെങ്കിൽ റൂമിലിടും, ആണുങ്ങളൊക്കെ വരാന്തയിലാണ് ഇരിക്കുക. അതാണ് അന്നത്തെ ഒരു സാമൂഹിക ശൈലി. അത് കാരണം ഇതൊരു ഫോയറാണ്. ഒരുപാട് വാതിലുകൾ 1, 2, 3, 4, 5 വാതിലുള്ള ഒരു ഫോയറാണ്. അപ്പൊ ഈ ഫോയറിൽ നമുക്ക് സോഫ ഇടാൻ പറ്റില്ല. ഇന്നത്തെ സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 2, 5 കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പോയാലും ഈ 3, 2, 5 സോഫകളാണ് ഉണ്ടാവുക. ഈ 3, 2, 5 സോഫകളിൽ ആകെ ഇരിക്കാൻ പറ്റുന്നത് 5 ആൾക്കാണ്. 3 ആക്കും പിന്നെ 2 ആക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ 25 ആക്കി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. 25 ആക്കി ഇരിക്കാനുള്ള റൂമിലെ സ്ഥലം മുഴുവൻ നഷ്ടപ്പെടും. അത് അങ്ങോട്ടേക്കോട്ട് നീക്കണമെങ്കിൽ വേറെ 2 ആൾ വിളിക്കേണ്ടി വരും. മാത്രമല്ല ആ സോഫയിൽ ഇപ്പോൾ അറിയാതെ ഇരുന്ന് പോയാൽ ഇരിക്കണമെങ്കിൽ വേറെ ആൾക്കാർ ഇത് കുടിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല, താങ്ങാൻ പോകും. അപ്പൊ ഊരവേദന നടുവേദനയും പടലികുത്തൊക്കെ ആയിട്ട് ഈ സോഫയിൽ ഇരിക്കുന്നതിന് ആളുകളുള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ ഈ സോഫ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയാൽ നമ്മൾ എടുക്കുന്നത് 5 ആൾക്കാർക്ക് ഇരിക്കാനുള്ള 3 സീറ്റർ ആണ്. 3 സീറ്റർ പ്ലസ് 2 സീറ്റർ. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈ റൂമിൽ യാതൊരു വിധത്തിൽ അങ്ങോട്ട് പോകും പിന്നെ പോകാൻ പറ്റില്ല, എവിടേക്കും പോകില്ല. ഇപ്പൊ ഈ സോഫ അതായത് ഇത് ഞങ്ങൾ ആദ്യം ചോദിച്ചാൽ ഒരു നല്ല കാർപ്പറ്റ് ടൈലുണ്ട്. ഇത് അത്തം കൂടി ഉണ്ടാക്കിയ ടൈലൊന്നുമില്ല. ഇത് സാധാരണ മാർക്കറ്റിൽ ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്നത് സെറാമിക് ടൈലാണ്. അപ്പൊ ഈ ടൈലുണ്ട്. ആ ടൈലിനപ്പുറം റെഡ് കാർപ്പറ്റ് കാര്യം നോക്കിയാൽ റെഡ് ടൈൽ, നിറ്റ്കോട്ട് ടൈൽ. ആ ടൈലും ഈ ഒരു ബോർഡറും വെച്ചപ്പോൾ ഇതൊരു കാർപ്പറ്റ് ഏരിയ ആയിട്ട് മാറി. ആ കാർപ്പറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ സോഫ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞത്. ഇതിലൊന്നും വലിയ ഡെക്കറേഷനോ ഡിസൈൻ കൺസെപ്റ്റോ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ മാത്രമാണ്. കാരണം ഇതിൽ നമ്മൾ അധികം ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 10 ആക്കി ഇരിക്കണം. ഈ റൂമിൽ 10 ആക്കി ഈ സോഫയിൽ ഇരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വളരെ രസമുള്ള കാര്യമല്ലേ. 10 ആക്കി ഇത്രയും ചെറിയ സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. നമ്മൾ കോഴിക്കോടുള്ള ഏത് ഷോപ്പ് പോയി വാങ്ങിയാലും നിങ്ങൾക്ക് 5 ആക്കി ഇരിക്കാനുള്ള സോഫ കിട്ടും. ഇനി 5 ആക്കി കൂടുതൽ വാങ്ങിയാൽ പിന്നെ ഇതിനപ്പുറം വേറെ റൂമുണ്ട്, അങ്ങോട്ടും കയറാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടാണ്. കാരണം സോഫ ടൈലർ ടൈപ്പ് സോഫ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മാർക്കറ്റിൽ വെച്ച സോഫ അവിടുത്തെ 1500, 2000, 5000 സ്ക്വയറിലുള്ള ഷോറൂം കാണുമ്പോൾ വാങ്ങിയിട്ടാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൊള്ളാത്തൊരു സാധനം. അപ്പൊ അതുകൊണ്ട് സോഫയ്ക്ക് എപ്പോഴും ടൈലർ ടൈപ്പ് ഡിസൈൻ സോഫകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കണം. അപ്പൊ ആ പഴയ വീടിന്റെ ആംബിയൻസ് നിലനിർത്താൻ ഇതൊക്കെ കംപ്ലീറ്റ് തട്ടും മരവും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഈ ഇവിടുത്തെ ലൈറ്റ് മുതൽ ഫാൻ വരെ എല്ലാ സാധനങ്ങളും ആ ഒരു ആംബിയൻസിലേക്ക് തീർത്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ലിവിംഗ് റൂമിൽ ഇന്നത്തെ കാലത്ത് ലിവിംഗ് റൂമിൽ എന്തൊക്കെ ഉണ്ടാവുക, ലിവിംഗ് റൂമിൽ നിഷ്, കുഷ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെനീർ, പ്ലൈവുഡ്, LED ലൈറ്റ് എല്ലാം കൂടി നിങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടാവും. ഇത് റെസ്റ്റോറൻറ്റ് അല്ലല്ലോ, വീട് റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ കച്ചവടം വന്ന സ്ഥലമാണ്. അപ്പൊ അത് നമുക്ക് 6 മാസം കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് അവിടെ നിന്ന് വരും. വീട് അങ്ങനെ ഫണ്ട് ഉണ്ടാക്കുന്ന സ്ഥലമല്ല.
വീട് നമുക്ക് സ്വസ്ഥമായിരിക്കാനും മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. നമുക്ക് കുടുംബത്തോടെ കൂടിയിരിക്കുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം ഇരിക്കുന്ന സ്ഥലമാണ് വീട്. അപ്പൊ ആ വീടിന്റെ കുടുംബത്തിന്റെ ഇഷ്ടവും നമ്മളെ സ്വന്തമായുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മനോഹരമാണ്. അവിടെ ആ വരുന്ന വീട്ടുകാരുടെ ബിഹേവിയറാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അല്ലാണ്ട് അയാൾ വെച്ച പിന്നെ 6 ലക്ഷത്തിന്റെ സോഫ ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മുടെ സന്തോഷവും കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. കൂടുതൽ എല്ലാം പൊളിച്ച് വരച്ചിരുന്നത്. അപ്പൊ ഈ വാതിലൊക്കെ മാറ്റിയാൽ ഈ വീടിന് ഭംഗിയില്ല. ഇതൊരു ഫോയറാണ്. അന്ന് ലിവിംഗ് റൂം എന്നാണ് കൺസെപ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് വലിയൊരു ലിവിംഗ് റൂം ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ലിവിംഗ് റൂമിന് ആവശ്യമില്ല പലപ്പോഴും. കാരണം വെച്ചാൽ എല്ലാവരും വന്നാൽ വരാന്തയിൽ ഇരിക്കും. എന്തൊരു ഭംഗിയെങ്കിലും ആ വരാന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 80 കൊല്ലം മുന്നേ ആണെങ്കിൽ ഈ 7 ഏക്കറിലുള്ള മനോഹരമായിരുന്നു. അതാ ഉമ്മാണ്. ഇന്നത്തേക്കാളും വീട് അന്ന് ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അന്ന് വലിയ തൊഴുത്തും പഠിപ്പുരയും പിന്നെ സൈഡ് റൂമുകളും പണിക്കാർക്ക് താമസിക്കാനുള്ള ആലയങ്ങളും അതുപോലെ പിന്നെ പെണ്ണുങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള വേറെ സെപ്പറേറ്റ് അടുക്കളകളും കൃഷിയും എല്ലാം കൂടിയുള്ള ഒരു വലിയ ഗൃഹ സമുച്ചയം. അപ്പൊ അതാണ് ആ ഒരു ഭംഗി. ഇപ്പം ചുറ്റും നമ്മൾ പാർട്ടീഷനൊക്കെ വന്ന് എല്ലാ ഭാഗത്തും വീടുകൾ വന്നു തിങ്ങി നടക്കും. എന്നിട്ടും ഈ വീട്ടിൽ ഇപ്പോഴും ഫ്രണ്ടേജിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പൈതൃക ഭവനങ്ങൾ നമ്മൾ ഫാഷന്റെ പേരിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാകുന്ന രീതിയിലൊക്കെ പൊളിച്ചാകും. ഈ ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ടവരാണ് ധാരാളം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിനെ കൊണ്ടാണ് ഈ ഓടിട്ട വീടൊക്കെ പുത്തമ്പണം പകരം അടിച്ചു പൊളിച്ചാൽ എന്നിട്ട് കോൺക്രീറ്റ് കാടുണ്ടാകും. അവസാനം അതിനുള്ള ഉഷ്ണിച്ച് നരകിച്ച് ആ വീട് 10 30 പറയുമ്പോൾ തലയിൽ സ്ലാബ് അടന്നിട്ടുണ്ട്. ഇത് ഓട് വീഴില്ലല്ലോ. ഓട് മഴക്കാലത്ത് അഥവാ ചോരാണെങ്കിൽ ഒറ്റ കുത്തുമില്ല വടിയെടുത്ത് കാണാൻ പറ്റും. അത് ചോദിക്കാം. മറ്റേതൊരു രക്ഷയില്ല. അത് അതിന്റെ മുകളിൽ ഷീറ്റിടണം, അല്ലെങ്കിൽ കുത്തിക്കലക്കി മാവ് വയ്ക്കണം. എന്നിട്ട് ആ പൈസ ഒക്കെ കൊല്ലം നഷ്ടപ്പെടുകയില്ല അല്ലേ എനിക്ക്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കൺസെപ്റ്റുകളും നമുക്ക് പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.